നമസ്കാരം. മാർക്സിസ്റ്റുകാരുടെ നവോത്ഥാനം ബഹുരസമാണ്. അവർക്ക് ഭാരതീയ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഏത് പദം കേട്ടാലും, സംസ്കൃത ഭാഷയിലെ ഏത് പദം കേട്ടാലും അപ്പോൾ തന്നെ അലർജി ആരംഭിക്കും. അത് സംഘികളുടെ ഭാഷയാണ്. അതായത് ഭാരതം സംഘികൾക്ക് എഴുതി കൊടുത്തിരിക്കുന്നു ഇവിടുത്തെ മാർക്സിസ്റ്റുകാർ. അല്ലെങ്കിൽ അവർക്ക് മനോഹരമായ അർത്ഥമുള്ള വിദ്യാരംഭം അല്ലെങ്കിൽ ദീക്ഷാരംഭം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര അസ്വസ്ഥത രൂപപ്പെടുന്നത്? ഗണപതി ഒരു മിത്താണ് എന്ന് പറയുകയും മുസ്ലിം ആചാരപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന പഴയ സ്പീക്കർ ഷംസീറിൻ്റെ അതേ രോഗം തന്നെ ഇവിടെയുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കുമുണ്ട്. അതുകൊണ്ടാണ് 1000 സൂര്യചന്ദ്രന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗുരുവായൂരപ്പന് മുമ്പിൽ പോയിരുന്ന് ഭജന ചൊല്ലുന്ന എഴുത്തുകാരൻ എം മുകുന്ദൻ തൻ്റെ ആയകാലത്ത് പറഞ്ഞത് കുറി തൊട്ടവരെ കാണുമ്പോൾ തനിക്ക് പേടിയാണെന്ന്. വാസ്തവത്തിൽ കുറി തൊട്ട മനുഷ്യരെ കാണുമ്പോൾ അവൻ്റെ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ട് നമുക്കവനോടൊരു സ്നേഹമാണ് തോന്നേണ്ടത്. പക്ഷെ കൊന്തയിട്ടവനെ കാണുമ്പോഴോ നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ളവനെ കാണുമ്പോഴോ ഇല്ലാത്ത വേദനയും ആശങ്കയും കുറി തൊട്ടവനെ കാണുമ്പോൾ ഉണ്ടാവുന്ന തരത്തിൽ നമ്മുടെ സാംസ്കാരിക അടിമത്തം വലുതായിരിക്കുന്നു. അല്ലെങ്കിൽ നോക്കൂ, കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ദീക്ഷാരംഭം കുറിച്ചപ്പോൾ എന്തിനാണ് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ ഇത്രയധികം കുരുപൊട്ടിയത്? ബിന്ദുവിനെ നമുക്ക് നന്നായി അറിയാം. സ്വജനപക്ഷപാതത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച ഉദാഹരണമാണ്. നേരെ ചൊവ്വേ ഇംഗ്ലീഷ് പറയാനാവാത്ത ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ വീട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആർ ബിന്ദു സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു. എങ്ങനെയാണ് അവർ അധ്യാപകൻ്റെ ജോലിയിലെത്തിയത്? ദേവസ്വം ബോർഡ് ഇടതുമുന്നണി ഭരിച്ചപ്പോൾ തൻ്റെ ഭാര്യയെ വിജയരാഘവൻ കോളേജ് അധ്യാപികയാക്കി. വലിയ ശമ്പളത്തിൽ റിട്ടയർ ചെയ്തപ്പോൾ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിച്ച് മന്ത്രിയാക്കി കൊടുത്തു. വീടും തലയിൽ വെച്ചുകൊണ്ട് അവർ മന്ത്രി കസേരയിലിരുന്ന് ഉന്നത വിദ്യാഭ്യാസത്തെ കുളമാക്കി. മോശം മന്ത്രി എന്ന പേരിന് വേണ്ടി വീണ ജോർജിനോട് ഏറ്റവും ശക്തമായി മത്സരിച്ചിരുന്നത് ഈ ആർ ബിന്ദു ആയിരുന്നു. എന്തായാലും ജനവിധി സഫലമായി. വീണയും ബിന്ദുവുമൊക്കെ വീട്ടിലിരിപ്പാണ്. അങ്ങനെ വീട്ടിലിരുന്ന ബിന്ദുവിനെക്കുറിച്ച് പിന്നെ അധികമൊന്നും കേൾക്കാനില്ലായിരുന്നു. എന്നാൽ ഇന്നലെ ഇതാ ഒരു കാര്യവുമില്ലാതെ എയറിൽ കയറാൻ വേണ്ടി എത്തിയിരിക്കുന്നു. മറ്റ് CPM നേതാക്കളുടെ ഫേസ്ബുക്ക് പേജ് പോലെയല്ല ബിന്ദുവിൻ്റെ ഫേസ്ബുക്ക് പേജ്. അവിടെ പൂച്ച പറ്റി കിടക്കുകയാണ്. അവിടെയെങ്ങും ഒരു പട്ടിക്കുറുക്കിനും തിരിഞ്ഞു നോക്കാറില്ല. ആ ധൈര്യത്തിലാവാം ദീക്ഷാരംഭത്തിനെതിരെ ബിന്ദു രംഗത്ത് വന്നത്. ബിന്ദു തൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതി: കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന ദീക്ഷാരംഭം പരിപാടി കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഉന്നത വിദ്യാഭ്യാസ നയത്തിലെ പുതിയ ദിശയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കേരള സംസ്ഥാന വിദ്യാഭ്യാസ കൗൺസിലും നടപ്പാക്കിയ സ്റ്റഡി ഇൻ കേരള പോലുള്ള പദ്ധതികൾ കേരളത്തിലെ പൊതുമേഖലാ സർവകലാശാലകളെയും കോളേജുകളെയും ആഗോളതലത്തിൽ ഉയർത്തുന്നതിന് വേണ്ടിയായിരുന്നു. ഇന്ന് അതേ ദൃശ്യതയും സർക്കാർ പിന്തുണയും ഒരു സ്വകാര്യ സർവകലാശാല വേദിയിലേക്ക് മാറുന്നത് ഉന്നത വിദ്യാഭ്യാസ നയത്തിൻ്റെ ദിശയെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. അതോടൊപ്പം ഒരു മതനിരപേക്ഷ സംസ്ഥാന സർക്കാർ പങ്കാളിയാവുന്ന ഔദ്യോഗിക ഉന്നത വിദ്യാഭ്യാസ പരിപാടിക്ക് ദീക്ഷാരംഭം പോലുള്ള വ്യക്തമായ മത സാംസ്കാരിക ആശയധ്വനിയുള്ള പേര് സ്വീകരിച്ചതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഔദ്യോഗിക വേദികളിൽ എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷ സ്വഭാവം പ്രതിഫലിപ്പിക്കേണ്ടതല്ലേ? പൊതുമേഖല ശക്തിപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത പദ്ധതികൾ സ്വകാര്യ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതും മതനിരപേക്ഷതയെ പ്രതിഫലിപ്പിക്കേണ്ട സർക്കാർ പങ്കാളിത്തമുള്ള വിദ്യാഭ്യാസ പരിപാടികളിൽ എല്ലാവരും ഒരുപോലെ ഉൾക്കൊള്ളുന്ന പ്രതീകങ്ങൾക്ക് പകരം വിവാദമാകുന്ന പേരുകൾ ഉപയോഗിക്കുന്നതും പൊതുചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയങ്ങളാണ്. സംസ്ഥാന സർക്കാർ കേരളത്തിലെ പൊതു സർവകലാശാലകളെ കൂട്ടിയിണക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ നടപ്പാക്കിയിരുന്ന സ്റ്റഡി ഇൻ കേരള പ്രോജക്റ്റ് ഏറ്റെടുത്തിരുന്ന ദൗത്യം സംസ്ഥാന സർക്കാർ അനുമതിയോ നിയന്ത്രണമോ ഇല്ലാതെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ച സ്വകാര്യ സർവകലാശാല ശാഖയെ ഏൽപ്പിച്ചത് അത്യന്തം അപലപനീയം. പുതുതായി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്കായി ദീക്ഷാരംഭം എന്ന പേരിൽ ഇൻഡക്ഷൻ പരിപാടി സംഘടിപ്പിക്കാൻ UGC നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇങ്ങനെ പോവുകയാണ് ഇവരുടെ കുറിപ്പ്. എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് പോലും ഇവർക്ക് ധാരണയില്ല. ഞാനൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ രാജഗിരി അടക്കമുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ദീക്ഷാരംഭം എന്ന പേരിൽ തന്നെയാണ് പുതുവർഷത്തിന് തുടക്കമിടുന്നത്. ഇവിടെ സ്റ്റഡി ഇൻ കേരള എന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്വകാര്യ പരിപാടിയാണ്. ആ പരിപാടി മന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തത് മാത്രം, അല്ലാതെ സർക്കാർ പരിപാടിയല്ല. ഇതുപോലും തിരിച്ചറിയാതെയാണ് വിമർശനവുമായി രംഗത്ത് വന്നത്. മാത്രമല്ല, സ്റ്റഡി ഇൻ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ഇതിനു മുൻപ്
താൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നത്രേ. ബഹുരസമായിരിക്കുന്നു. മന്ത്രി അങ്ങനൊരു പദ്ധതി തുടങ്ങിയതുകൊണ്ടാണോ മന്ത്രിയുടെ ഭരണകാലത്ത് കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ ഏറ്റവും അധികം കുട്ടികൾ നാടുവിട്ടുപോയത്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ ഇല്ലാതാവുകയും ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് കുട്ടികൾ ഓടിപ്പോവുകയും ചെയ്തത് ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിലാണ്. ഇതാണോ നിങ്ങളുടെ സ്റ്റഡി ഇൻ? ക്ലൈമാക്സ് ഇവിടെയൊന്നുമല്ല. ബിന്ദുവിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ നിങ്ങൾ ഏതു ലോകത്താണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ച് പലരും കമൻറ്റുകൾ ഇട്ടു. കഴിഞ്ഞ വർഷം ഇതേ ദീക്ഷാരംഭം ഇതേ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നടന്നപ്പോൾ ഉദ്ഘാടകനായി പോയത് അന്നത്തെ മന്ത്രിയായിരുന്ന പി രാജീവായിരുന്നു. ജെയിൻ യൂണിവേഴ്സിറ്റി കുട്ടികൾ ഓടി വന്ന് ബിന്ദുവിൻ്റെ കമൻറ്റ് ബോക്സിൽ രാജീവിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ചോദിച്ചു, ഇദ്ദേഹം കഴിഞ്ഞ വർഷം കോൺഗ്രസ് ആയിരുന്നുവെന്ന്. ഇന്നലെ ബിന്ദുവിന് എന്തായാലും ഇത്തരം കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുക എന്ന പണി മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. കമൻറ്റുകൾ മുഴുവൻ എതിരായതുകൊണ്ട്, ചോദ്യങ്ങളെല്ലാം എതിരായതുകൊണ്ട്, ബിന്ദു കുത്തിയിരുന്ന് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് ഇപ്പോഴും അധികം കമൻ്റൊന്നും ബാക്കിയില്ല. എന്തൊരു ഇരട്ടത്താപ്പാണെന്ന് ഓർക്കണം. ജെയിൻ യൂണിവേഴ്സിറ്റി പ്രവർത്തനം ആരംഭിച്ചതും ഇത്രയും വളർന്നതുമൊക്കെ പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. ഇടതു മന്ത്രിസഭയിലെ സകല മന്ത്രിമാരും അവിടുത്തെ സ്ഥിരം സന്ദർശകരായിരുന്നു. മന്ത്രി പി രാജീവ് അടക്കം ഉന്നതരാണ് ഇതിനു മുമ്പ് ദീക്ഷാരംഭത്തിന് നേതൃത്വം കൊടുത്തത്. എന്നിട്ട് മുഖ്യമന്ത്രി എത്തിയപ്പോൾ ഉടനടി അതിൽ കാവ്യ രാഷ്ട്രീയം കാണുന്നു. പി രാജീവ് ദീക്ഷാരംഭത്തിനെത്തിയതും എത്തി പ്രസംഗിച്ചതും സംശയാലുക്കൾക്ക് വേണ്ടി കാണിക്കാം. A voice of the people and one of Kerala's most dynamic political minds. Honorable Shri P. Rajiv, the Minister of Law, Industries and Coir, Government of Kerala. We're deeply honored by your presence today, sir. Your insights and your journey continues to inspire many young minds in Kerala and beyond. Jain University is one of the leading university of India, and thank you for your presence in the state of Kerala. Mr. Tom is always coming with the new novel ideas, and he has potential, and the university as a whole has potential to implement that type of novel initiatives.